നമ്മുടെ എത്രയും ബഹുമാനമുള്ള റവറൻ ജിജി മാത്യു അച്ഛൻ വളരെ തിരക്കേറിയ ഈ പുതിയ ചുമതല ഏറ്റതിന് ശേഷം ഞാൻ വിളിക്കുമ്പോഴൊക്കെ പല സ്ഥലങ്ങളിലാണ്, ആൻഡമാൻസിൽ, അതുപോലെ തന്നെ മദ്രാസിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ലഭിച്ചതിനായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷയെ ഓർത്ത് അനേകരെ കോർത്തിണക്കിക്കൊണ്ട് ദൈവ ശുശ്രൂഷയിൽ നിലനിൽപ്പാൻ തൊക്കണം വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെ നടുവിലും ദൈവജനത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വന്ന് വചനം പകർന്നു തരുവാൻ തൊക്കണം സഹായിക്കുന്നതിനായിട്ട് ഞാൻ പ്രിയ ജിജി മാത്യു അച്ഛനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയം ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അച്ഛന് സ്നേഹത്തോടെ ഇന്നത്തെ ദൈവവചന സൃഷ്ടിക്കായിട്ട് ദൈവങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട ജിജി തോംസൺ സാറ്, പ്രിയപ്പെട്ട രായ്ച്ചായൻ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ദൈവജനമേ, ക്രിസ്തയേശുവിൽ സ്നേഹ വന്ദനം. ഇപ്രകാരം നമുക്ക് ഈ സന്ധ്യയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കൊറോണ നമുക്ക് നൽകിയതായ ഒരു അനുഗ്രഹമാണ് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഇപ്രകാരം ഈ യോഗം ക്രമീകരിക്കപ്പെടുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവർക്ക് അതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട രായ്ച്ചാൻ അതിന് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. യൂണിയൻ ക്രിസ്ത്യൻ പ്രയർ ഗ്രൂപ്പിലെ പല സന്ദർഭങ്ങളിൽ എനിക്കും സംബന്ധിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് രായ്ച്ചാൻ ഇതിൻ്റെ ചുക്കാൻ നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തിരക്കുകളുടെ നടുവിൽ ആയിരുന്നു. എന്നാൽ ഇപ്രകാരം ഈ സന്ധ്യ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായതോർത്ത് വലിയവനായ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ അറിയുന്ന വിശ്വാസികളായ ദൈവ മക്കളോടാണ് ഞാൻ സുവിശേഷം ഇപ്പോൾ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല മിഷൻ ഫീൽഡുകളിലൊക്കെ ആയിരുന്നു. അക്രൈസ്തവരായ ആളുകളുടെ ഇടയിൽ സുവിശേഷം പങ്കുവെക്കുവാനായിട്ട് അവസരം ലഭിച്ചു. ട്രൈബൽസ് ആയ ആളുകളോട് സുവിശേഷം പങ്കുവെക്കുവാൻ അവസരം ലഭിച്ചു. എന്നാൽ ഇവിടെ ആയിരിക്കുന്ന ഈ സമൂഹം 44 പേര് ഈ സൂം പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും വിശ്വാസികളാണെന്ന് ഞാൻ കരുതുന്നു. യേശുക്രിസ്തുവിനെ അറിഞ്ഞവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് ജീവിക്കണം. വിശ്വാസത്തിൽ സ്ഥിരത ഉള്ളവരായിട്ട് മുൻപോട്ട് ജീവിക്കുക. അതായത് വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിട്ട് തീരുക. ബി സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ദ ഫെയ്ത്ത്. എങ്ങനെയാണ് വിശ്വാസത്തിൽ നിലനിന്ന് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയുന്നത്? ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസികൾ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടങ്ങളിൽ, ഒരു കാലഘട്ടങ്ങളിലെ വിശ്വാസികളായി തീർന്ന ആളുകൾ പലരും പിന്മാറി പോകുന്നതായ ഈ കാലഘട്ടങ്ങളിൽ, ക്രൈസ്തവ ദർശനത്തിൽ നിന്നും ഒത്തിരി ആളുകൾ അകന്നു മാറുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി, ഉറപ്പുള്ളവരായി മുൻപോട്ട് ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമുക്ക് ഇടയായി തീരണം എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിപ്പാനായിട്ട് എടുക്കുകയാണ്. ദ എപ്പിസൽ ഓഫ് ജൂഡ്, യൂദാ എഴുതിയ ലേഖനം 17 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങളാണ് ധ്യാനിപ്പാനായിട്ട് എടുക്കുന്നത്. യൂദാ എഴുതിയ ലേഖനം 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് കൊള്ളുവീൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ. ചിലരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. വിശ്വാസത്തിനു വേണ്ടി പോരാടുവാനായിട്ട്
ക്രിസ്തു വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നതായ ലേഖനമാണ് യൂദായുടെ ലേഖനം. യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരായ യാക്കോബും യൂദായെയും കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ദാസൻ ഈ ലേഖനം എഴുതിയത് യേശുവിന്റെ സഹോദരനായ യൂദ ആകുന്നുവെന്ന് പണ്ഡിത ലോകം അഭിപ്രായപ്പെടുന്നു. യൂദ എന്ന പേരോട് കൂടിയതായ രണ്ടുപേര് യേശുക്രിസ്തുവിന്റെ ശിഷ്യഗണത്തിൽ ഉണ്ടായിരുന്നു. യാക്കോബിന്റെ സഹോദരനായ യൂദ, ഇസ്കരിയോത്തായ യൂദ. ഒരിക്കലെ ഈ വേദഭാഗം ധ്യാനിക്കുന്നതായ സന്ദർഭത്തില് ഒരാൾ പറഞ്ഞു, യൂദ കെട്ടി ഞാൻ ചാകുന്നതിന് മുമ്പ് ചെറുതാണെങ്കിലും ഒരു ലേഖനം എഴുതിയിട്ടാണല്ലോ പോയതെന്ന് പറയട്ടെ. ഈ ലേഖനം വേദശാസ്ത്ര പണ്ഡിതരുടെ അഭിപ്രായത്തിൽ ഇസ്കരിയോത്ത യൂദ എഴുതിയ ലേഖനമല്ല, യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബിന്റെ സഹോദരനായ യൂദായുടെ ലേഖനം എന്ന നിലയിലാണ് ഇത് പ്രാധാന്യം അർഹിക്കുന്നത്. AD 367 വിശുദ്ധ അത്താനാസിയോസ് ഇതിനെ സാർവത്രിക ലേഖനത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. 4-ാം നൂറ്റാണ്ടിലാണ് വേദപുസ്തക കാനോനിൽ ഈ ലേഖനം അംഗീകാരം ലഭിച്ച് പ്രചാരം നേടിയത്. അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്നുമുള്ള ഉദ്ധരണികൾ പോലും എടുത്തിട്ടുള്ളതായ ഒരു ലേഖനമാണ് യൂദ എഴുതിയതായ ലേഖനം. ഈ പുസ്തകത്തില് നമ്മൾ വായിക്കുമ്പോൾ 9-ാം വാക്യവും അതുപോലെ 14-15 വാക്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മോശയുടെ ആരോഹണം, ഈനോക്ക് എന്നീ പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ ലേഖനം അർത്ഥമാക്കുന്നത്? എന്തിനു വേണ്ടിയാണ്, ഏത് പശ്ചാത്തലമാണ് ഈ ലേഖനത്തിന് ഉള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ, വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു പറ്റം ദുരുപദേശക്കാർ, നുഴഞ്ഞുകയറ്റക്കാർ, ഫോൾസ് ടീച്ചേഴ്സ് തെറ്റായ ഉപദേശം വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെയുള്ളതായ ഒരു മുന്നറിയിപ്പാണ് ഈ ലേഖനത്തിന്റെ എഴുത്തിന്റെ ഉദ്ദേശം തന്നെ. ദൈവമില്ലാത്ത ആളുകൾ സഭയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നതിനാൽ ലേഖനകർത്താവ് വളരെ വേദനപ്പെട്ട് ദുഃഖിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുന്നതായ വിശ്വാസ സമൂഹത്തെ ഉറപ്പിക്കുകയാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം ക്ഷമിക്കുന്നവനാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാം എന്ന് പഠിപ്പിച്ചതായ ഫോൾസ് ടീച്ചേഴ്സ്, വേദപുസ്തകമാകുന്നുവല്ലോ ഇപ്പോൾ എല്ലാത്തിൻ്റെ ഇന്റർപ്രിട്ടേഷൻ്റെ ഒക്കെ, ഏത് വിശ്വാസം ക്രോഡീകരിച്ചെടുക്കുന്നതിനും വേദപുസ്തകത്തെയാണ് ഇന്ന് എടുത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അപ്രകാരമുള്ള പഠിപ്പിക്ക ഒരു കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, വേദപുസ്തകം കാനോനികമായി രൂപകൽപ്പന ചെയ്ത് ഇങ്ങനെ അച്ചടിച്ച് നമ്മുടെ കയ്യിൽ ലഭിക്കുന്നതിന് മുൻപ് തന്നെ സഭ, വിശ്വാസികൾ, ദൈവമക്കൾ, അപ്പോസ്തലന്മാര് ഈ വിശ്വാസത്തെ വാമൊഴിയായും വരമൊഴിയായും ജനസമൂഹത്തിലേക്ക് നൽകി ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിൽക്കുവാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. വേദപുസ്തകം കാനനൈസ് ചെയ്ത് വരുന്നതായ കാലഘട്ടത്തിന് മുമ്പ് തന്നെ വിശ്വാസ പ്രമാണം രൂപീകരിച്ച് പിതാവും സർവശക്തനുമായ ദൈവത്തിലുള്ള വിശ്വാസം, പുത്രനിലൂടെ വെളിപ്പെട്ട ദൈവം, പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം, ത്രിയേക ദൈവത്തിന്റെ ആ വലിയ ദർശനത്തെ വരച്ചു കാട്ടി ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് പരിശ്രമിച്ചത് നമുക്ക് അറിയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പല വിധത്തിലുള്ളതായ എതിർപ്പുകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ഈ വിശ്വാസം, സ്തുതിയുവാക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അപ്പോസ്തലന്മാരെ പരിശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപറ്റം ആളുകൾ നുഴഞ്ഞുകയറ്റക്കാരായ ദുരുപദേശക്കാർ എന്നാണ് ഇവിടെ ഈ ലേഖനത്തിലെ സൂചിപ്പിച്ചിരിക്കുന്നത്. ദേ റിജക്ട് ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ ചോദ്യം ചെയ്യുന്നതായ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് മനോഹരമായ 67-ാം സങ്കീർത്തനം അച്ഛൻ ധ്യാനിപ്പിച്ചു, മെസ്സിയാനിക് സാം. ആ സങ്കീർത്തനത്തിലൂടെ പിതാവാം ദൈവത്തിന്റെ പുത്രൻ ലോകത്തിൽ വാഴുന്നതിനെ കുറിച്ച് ആ മശിഹാ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ പൂർണ്ണ ദൈവവുമായിട്ടും പൂർണ്ണ കർത്താവും പൂർണ്ണ ദൈവവുമായിട്ട് പൂർണ്ണ മനുഷ്യത്വത്തിൽ
ദർശിക്കുന്നതായ ആ വിശ്വാസത്തിന് വിപരീതമായ കാര്യങ്ങൾ പഠിപ്പിച്ചെടുത്ത് വിശ്വാസത്തിൽ ഒരു കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിലുള്ള രക്ഷയെ കണ്ടെത്തി യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് സ്വീകരിച്ചവർ ആ വിശ്വാസത്തിൽ നിലനിൽക്കണം, വിശ്വാസ സ്ഥിരതയുള്ളവരായി തീരണം. ആ ഒരു ആശയത്തിലാണ് നമുക്ക് ഈ വേദഭാഗം ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നിഷേധിച്ചതായ ആളുകൾ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നുവെന്നാണ് ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത്. അഭക്തരായ ചില ആളുകൾ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഈ നുഴഞ്ഞു കയറ്റക്കാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഉള്ള ആഹ്വാനം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. എന്താണ് വിശ്വാസം? എങ്ങനെയാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത്? വളരെ വ്യക്തമായിട്ട് വളരെ ചെറിയതായ ഒരു ലേഖനം, ആ ലേഖനത്തിലൂടെ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 3-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ പ്രബോധിപ്പിച്ച് അപ്പോസ്തലൻ എഴുതുകയാണ്. എന്താണ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്? കുറെ കാര്യങ്ങൾ അപ്പോസ്തലൻ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ, തങ്ങളെ തന്നെ നിർമ്മലരായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക, സംശയിക്കുന്നവരോട് കരുണ കാണിക്കുക, നശിച്ചു പോകുന്നവരെ രക്ഷിക്കുക എന്നിത്യാദി കാര്യങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവർ അനുവർത്തിക്കേണ്ടതിനെ കുറിച്ച് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ദാസൻ യൂദ എന്നുള്ള ആ ഹൃദ്യമായ അഭിസംബോധന, യേശുവിന്റെ സഹോദരൻ എന്ന അതുല്യമായ പദവി ഉണ്ടായിരുന്നിട്ടും യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ളതായ ആ വലിയ വിശേഷണത്തോടുകൂടി എത്ര മാതൃകാപരമായ മനോഭാവത്തോടു കൂടി തന്നെയാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. സുവിശേഷത്തിന്റെ ഏറ്റവും അതുല്യമായ ആ ദർശനം നമുക്ക് കാണുവാൻ കഴിയും. ലേഖനകർത്താവ് പറയുകയാണ് 1-ാം വാക്യത്തിൽ, വിളിക്കപ്പെട്ടവർക്ക്. ഈ ലേഖനം എഴുതുന്നത് വിളിക്കപ്പെട്ടവർക്കാണ്, വിശ്വാസികൾക്കാണ്. ആരാണ് വിളിക്കപ്പെട്ടവർ? ആരാണ് വിശ്വാസികൾ? അതിന് വിശ്വാസം എന്നുള്ളതിന് നമുക്ക് പല നിർവചനങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു നിർവചനം, യേശുക്രിസ്തു, ദൈവം യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് നൽകിയതായ പ്രവൃത്തിയെ അടിവരയിട്ട് അംഗീകരിച്ച് അവനെ ജീവിതത്തിന്റെ സഖിയായി സ്വീകരിച്ച് അവനെ അനുധാവനം ചെയ്യുന്ന അനുഭവമാണ് ഈ വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതം ദൈവം യേശുക്രിസ്തുവിലൂടെ നിർവഹിച്ച സംഗതിയെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മനുഷ്യജാതിയെ പാപത്തിന്റെയും തിന്മയുടെയും ശക്തിയിൽ നിന്നും വിടുവിച്ച് യേശുക്രിസ്തുവിൽ പൊതുസൃഷ്ടിയാക്കുകയും പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹത്തിൽ നിലനിർത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ ആശ്രയിച്ചിരിക്കുന്നവരാണ് ഈ വിശ്വാസികൾ എന്ന് പറയുന്നത്. അവരാണ് വിളിക്കപ്പെട്ടവർ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പ്രവർത്തനത്തോടെ യേശു പറഞ്ഞവർ, കൃപയാൽ രക്ഷപ്പെട്ട വിശ്വാസത്താൽ ആയിരിക്കുന്ന ദൈവജനമേ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു എന്നും പറഞ്ഞാൽ തുടങ്ങുന്നത്. വിളിക്കപ്പെട്ടവർ, സ്നേഹിക്കപ്പെട്ടവർ, ബിലവഡ് ഇൻ ഗോഡ് ദ ഫാദർ. യേശുക്രിസ്തു ദൈവത്തെ എപ്പോഴും അഭിസംബോധന ചെയ്തത് പിതാവേ എന്ന് പറഞ്ഞ, പിതാവേ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. പൗലോസും പല ഇടത്തും പല ലേഖനങ്ങളിലും പിതാവേ എന്ന് പരാമർശിച്ചിട്ടുണ്ട്. പിതാവായ ദൈവം നടപ്പിലാക്കിയതായ രക്ഷാ പദ്ധതിയോട് യേശു പറഞ്ഞിട്ടുള്ളവരാണ് ഈ വിളിക്കപ്പെട്ടവർ. ആ വിളിക്കപ്പെട്ടവരുടെ ഗണത്തിൽ നാം ആയിരിക്കുന്നതിന് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് വിളിക്കപ്പെട്ട ദൈവജനം, രക്ഷിക്കപ്പെട്ട ദൈവജനം, ആ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന ദൈവജനം എങ്ങനെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് ഈ ലോകത്ത് ജീവിക്കണം. ഈ രക്ഷപ്പെടുക, രക്ഷയുടെ അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ അതിന് 3 തലങ്ങൾ തന്നെ ഉണ്ട്. ഒന്ന്, ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. അതാണ് ദൈവം യേശുക്രിസ്തുവിലൂടെ നിറവേറ്റി തന്നത്. യോഹന്നാനൊക്കെ അത് വളരെ വ്യക്തമാക്കുന്നു. ആ തിയോളജിയൊക്കെ നമ്മൾ പറയുമ്പോൾ ദൈവം യേശുക്രിസ്തുവിലൂടെ ആ രക്ഷന്റെ പദ്ധതിയെ നിറവേറ്റി തന്നു. അത് അംഗീകരിക്കുന്നതാണ്, ആ ദൈവത്തിന്റെ നീതിയാണ് യേശുക്രിസ്തു. ആ ജസ്റ്റിഫിക്കേഷൻ, ആ തിയറി അംഗീകരിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം ഒന്നാമതായിട്ട് പ്രവേശിക്കും. ആ രക്ഷയുടെ അനുഭവത്തിൽ അത് ലഭിച്ചുവെന്ന് പറഞ്ഞ് നിഷ്ക്രിയരായിട്ട് ഇരിക്കുകയല്ല. പിന്നെയോ 2-ാമത്തെ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ
അതിന് ഒരു വിശുദ്ധീകരണ തലമുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വിശുദ്ധീകരിക്കപ്പെട്ട് ദിനം തോറും അനുദിന ജീവിതത്തിൽ മുന്നേറേണ്ടതായിട്ടുണ്ട്. സാങ്ക്ടിഫിക്കേഷൻ. അപ്പൊ ജസ്റ്റിഫിക്കേഷൻ മാത്രം പോരാ. ഇന്ന് പല ആളുകളും ജസ്റ്റിഫിക്കേഷൻ, കർത്താവിനെ രക്ഷിച്ചു, ഇനി ഞാനൊന്നും ചെയ്യണ്ടല്ലോ, സുഖമായിട്ട് എൻ്റെതായ ജീവിത സാഹചര്യങ്ങളിൽ മാത്രം ഇരുന്നു കൊണ്ട് ആത്മീക ജീവിതത്തിൽ അങ്ങനെ നിൽക്കുന്നതായ ആളുകളുണ്ട്. ഒരു പ്രവർത്തനവും ചെയ്യാതെ എല്ലാം ദൈവം യേശുക്രിസ്തുവിലൂടെ സാധിച്ചു, ഇനി എനിക്കൊന്നും ചെയ്യാനായിട്ടില്ല. എന്നാൽ അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. അവർ അനുദിന ജീവിതത്തിൽ ഈ സാങ്ക്ടിഫിക്കേഷൻ കാണിക്കേണ്ടവരാണ്. അനുദിന ജീവിതത്തിൽ ഈ വിശുദ്ധീകരണം പ്രാപിപ്പാൻ നമുക്ക് ഇടയായി തീരണം. മൂന്നാമതായിട്ട് ഈ ഭാഗത്ത് പറയുന്നത്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു എസ്കറ്റോളജിക്കൽ തലമുണ്ട്. അത് മഹത്വീകരണമാണ്. അതിനുവേണ്ടി നമ്മൾ നോക്കി പാർക്കുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന്റെ പുനരാഗമനത്തിന് വേണ്ടി നോക്കി പാർക്കുന്നു. അതുകൊണ്ട് ജസ്റ്റിഫിക്കേഷനും സാങ്ക്ടിഫിക്കേഷനും ഗ്ലോറിഫിക്കേഷനും മൂന്നും കൂടി ചേരുമ്പോഴാണ് രക്ഷാ ജീവിതം, വിശ്വാസ ജീവിതം അർത്ഥപൂർണമായി മുൻപോട്ട് നടത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിൽ ജീവിതം നയിക്കുന്നതായ ഒരുപറ്റം ആളുകളെ വഴിതെറ്റിക്കുന്നതായ, നുഴഞ്ഞു കയറി വന്നതായ അഭക്തരായ ചില മനുഷ്യർ, നുഴഞ്ഞുകയറ്റക്കാർ, യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും നിഷേധിക്കുന്നതായ ആളുകൾ. ഒരു നൂറ്റാണ്ട് കാലഘട്ടം വരെ യേശുക്രിസ്തുവിന്റെ ഈ ഐഡിയോളജി, യേശുക്രിസ്തുവിനെ എൻ്റെ മനുഷ്യത്വത്തെയും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ചോദ്യം ചെയ്യുന്നതായ ആ ഒരു വലിയ സമൂഹത്തോടാണ് തിരുസഭ ഏറ്റുമുട്ടിയത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് സുന്നഹദോസുകൾ ഉണ്ടാകുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിശ്വാസ പ്രമാണം ഉണ്ടാകുന്നത്. വേദപുസ്തകം വിശ്വാസികൾക്ക് ആ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ചട്ടക്കൂടുകൾ ഉണ്ടാകുന്നു. വേദപുസ്തകം ക്രോഡീകരിക്കപ്പെടുന്നു. ആ വിശ്വാസ ജീവിതത്തെ ശക്തീകരിക്കുവാനായിട്ടുള്ള ക്രമങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ വേദഭാഗം പഠിക്കുമ്പോൾ നുഴഞ്ഞുകയറ്റക്കാരുടെ ചില പ്രത്യേകതകളെ കുറിച്ച് യൂദാ പറയുന്നുണ്ട്. അവർ ഭിന്നത ഉണ്ടാക്കുന്നവരാണ്, അവർ പ്രാകൃതന്മാരാണ്. 19 വാക്യം അതാ പറഞ്ഞ്. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ, ദൈവാത്മാവില്ലാതെ പ്രവർത്തിക്കുന്ന ലൗകികർ. 19 വാക്യത്തില് യൂദാ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രത്യേകതകളായി ഒരു വശത്ത് പറയുമ്പോൾ അതിന്റെ മറുവശത്തെ ആ വാക്യം നമുക്ക് കാണാൻ കഴിയും. 20 വാക്യത്തിൽ വിശ്വാസികളുടെ പ്രത്യേകത എന്ന് പറയുന്ന 4 കൂട്ടം കാര്യങ്ങൾ അവിടെ അടിവരയിട്ട് ലേഖനകർത്താവ് രേഖപ്പെടുത്തിയിരിക്കും. കുറിവാക്യമായിട്ട് വായിച്ച വാക്യത്തിൽ അത് പറയുന്നുണ്ട്. 20 വാക്യത്തിൽ അതിവിശുദ്ധ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരാണ്, ആത്മീക വർധനവ് വരുത്തുന്നവരാണവർ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണവർ, നിത്യജീവനായിട്ട് കർത്താവിന്റെ കരുണയ്ക്കായിട്ട് അവർ കാത്തിരിക്കുന്നു. ഈ വേദഭാഗത്ത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് ഗ്നോസ്റ്റിസിസം, ജ്ഞാനമതക്കാരുണ്ട്. അവരാണ് ഈ നുഴഞ്ഞുകയറ്റക്കാരായി ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികളെ വഴിതെറ്റിക്കുന്നതായ അനുഭവത്തിൽ തെറ്റായ ഉപദേശം പ്രചരിപ്പിച്ചതായ ആളുകൾ. അവരുടെ മധ്യത്തിൽ ജീവിച്ച വിശ്വാസികളോടാണ് ഈ ദൂത്. ജ്ഞാനമതക്കാർ ആളുകളെ 3ആയിട്ട് തരംതിരിച്ചിട്ട്, ഒരു കൂട്ടർ ആത്മീയർ, മറ്റൊരു കൂട്ടർ ഇന്ദ്രിയത്തിന് അതീതരായ ഇതുള്ളവര്, അതുപോലെ ജഡീകന്മാരായ ആളുകൾ. ഇങ്ങനെ 3ആയിട്ട് അവരെ തരിച്ചിരിക്കും. ജനതയെ 3ആയിട്ട് തരംതിരിച്ചിരിക്കും. ജ്ഞാനമതക്കാർ പറയുന്നത് ഈ ജ്ഞാനമതക്കാർ ആത്മീയരാണ് എന്ന് അവർ അഭിമാനിച്ചു. അവരെന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റല്ല. ഈ അഭക്തരെ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. ജ്ഞാനമതക്കാർ മാത്രമാണ് എല്ലാം തികഞ്ഞതായ ആത്മീകർ. അവർ തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല. 2ാമത്തെ കൂട്ടര് ഇന്ദ്രാതീതർ ഒന്ന് ശ്രമിച്ചാൽ അവർക്ക് മോക്ഷം പ്രാപിപ്പാനായിട്ട് കഴിയും. 3ാമത്തെ കൂട്ടര് ജഡീകർ. ജഡീകർ മൃഗസ്വഭാവം ഉള്ളവരാകിയാൽ അവർക്ക് മോക്ഷം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ 3ആയിട്ട് ആളുകളെ തിരിച്ചിട്ടുണ്ട് ജ്ഞാനമതക്കാർ. ആ ജ്ഞാനമതത്തിൽ ഉള്ള ആളുകളോട് ഈ ലേഖനകർത്താവ് ഏറ്റുമുട്ടിക്കൊണ്ട് പറയുക, ദൈവാത്മാവില്ലാത്ത പ്രാകൃതരായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ അവസ്ഥയെക്കുറിച്ചും അവരുടെ അന്ത്യം എന്താകുന്നു അത് സംബന്ധിച്ചുള്ള ഒരു നിഗമനം നമുക്ക് ഈ വേദഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അവർക്ക് ഒരു ന്യായവിധിയുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഭക്തരും ദുർമാർഗികളും
യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവരുമായ ഈ നുഴഞ്ഞു കയറി വന്നവരുടെ ന്യായവിധി എന്താകുന്നുവെന്ന് ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലേഖനകർത്താവ്. അവരുടെ ന്യായവിധി പണ്ട് തന്നെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകത്തിലൊക്കെ അവർക്കുള്ള ന്യായവിധിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ലൗകികരായ ജഡീകരായ ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു മാറുന്നതായ ആളുകൾക്ക് ആ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും ആ പ്രവാചകന്മാർ മുടിഞ്ഞു പോകുമെന്ന് 14-ാം അധ്യായത്തിൽ യിരെമ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ബൈ sword and famine those prophets shall be consumed. അവരുടെ പ്രവചനം കേട്ട ജനം, ആ ജനമോ യെരൂശലേമിന്റെ വീഥികളിൽ ക്ഷാമവും വാളും ഹേതുവായി വീണുകിടക്കും. അവര് പട്ടുപോകും. അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടാകുകയില്ല. അവരുടെ ദുഷ്ടത അവരുടെ മേൽ പകരും. For I will pour out their wickedness upon them. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 94-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ അവരെ സംഹരിച്ചു കളയും. He will repay them for their iniquity and wipe them out for their wickedness. The Lord our God will wipe them out. തുടച്ചു മാറ്റി കളയുന്നതായ അനുഭവത്തെ, ആ ന്യായവിധിയെക്കുറിച്ച് വേദപുസ്തകം വളരെ സുവ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിശ്വസ്ത ജനതയ്ക്ക് ശിക്ഷാവിധിയും വിശ്വസ്ത ജനതയ്ക്ക്, നിലനിൽക്കുന്ന ജനതയ്ക്ക്, സ്ഥിരതയോടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്ക് കനാൻ നാടും നിത്യജീവനും വേദപുസ്തകം വാഗ്ദാനം ചെയ്യുന്ന അനുഭവങ്ങളായി നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് അവിശ്വസ്തതയുടെയും ലൗകികതയുടെയും പരിണിത ഫലം എന്താകുന്നുവെന്ന് ബോധ്യപ്പെടുന്ന ജനത വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അന്ത്യത്തോളം കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, Now I desire to remind you. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടുവെങ്കിലും വിശ്വസിക്കാത്തവർക്ക് ആ ദൈവിക നടത്തിപ്പിനെ കുറിച്ച് യേശു പറയാതിരുന്നതായ ആളുകളുടെ മേൽ അവർക്ക് വാഗ്ദത്ത നാടായ കനാനിലേക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് പഴയ നിയമ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് അവിശ്വസിച്ചതിനാൽ ശിക്ഷാവിധി അവരുടെ മേൽ വന്നു എന്നാണ് നമ്മൾ പറയുന്നത്. സംഖ്യാപുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ ആ ശിക്ഷയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി. അതുകൊണ്ട് അഭക്തരായ, ലൗകികരായ, നുഴഞ്ഞുകയറ്റക്കാരായ ഫോൾസ് ടീച്ചേഴ്സിന് അവരുടെ ഗതി പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നും ലേഖനത്തിൽ ഉദ്ധരിച്ചു കഴിഞ്ഞു. അവരുടെ ഗതി എന്താണ് എന്നുള്ളത് പറഞ്ഞതിന് ശേഷം അവരുടെ ഗതിയെക്കുറിച്ച് യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ചില കഥകളും ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭക്തരായ നുഴഞ്ഞുകയറ്റക്കാർക്ക് ദൂതന്മാരുടെ ഗതി വരുമെന്ന് ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ചെറു ലേഖനത്തിൽ ദൂതന്മാരെ കുറിച്ച് 2-3 വാക്യങ്ങളിലുള്ള പരാമർശമുണ്ട്. അതായത് യഹൂദ പാരമ്പര്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. സ്വർഗത്തിലായിരുന്നതായ ദൂതന്മാർ നിഗളിച്ച് ദൈവത്തോട് മറുതലിച്ചു. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യം ആസ്പദമാക്കി, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ഈ പശ്ചാത്തലം നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൂതന്മാർ ജഡമോഹത്താൽ അവരുടെ വാസസ്ഥലം വിട്ടുപോകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നിഗളത്താലും മോഹത്താലും വീണുപോയ ദൂതന്മാരെ അന്തിമ ന്യായവിധിക്കായിട്ട് ചങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് മത്തായി എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം, പത്രോസിന്റെ 2 ലേഖനങ്ങളിലെല്ലാം അത് സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. സോദോം ഗോമോറയുടെ അനുഭവം അവർക്കുണ്ടാകുമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുർനടപ്പ് ആചരിച്ച് അന്ത്യ ജഡം മോഹിച്ച് നടന്നതിനാൽ ന്യായം വിധിക്കപ്പെട്ടു. ദുർനടപ്പ് നിമിത്തം ന്യായം വിധിക്കപ്പെട്ടു എന്നാണ് രേഖപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ, ലൗകികർ, ദുരുപദേശക്കാർക്ക് ആ അവസ്ഥയിലേക്കുള്ള നാശമാണ് സംഭവിക്കുന്നതെന്ന് ലേഖനത്തിൽ വിശ്വാസികളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ലേഖനകർത്താവ് പറയുകയാണ്. അതുകൊണ്ട് ഈ വേദഭാഗത്ത് പഴയ നിയമചിന്തകളും അതുപോലെ തന്നെ യഹൂദ പാരമ്പര്യത്തിലെ ഉദാഹരണങ്ങളും ദൂതന്മാരുടെ അവസ്ഥ, ദൂതന്മാരിൽ പ്രധാനിയായ മീഖായിലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിച്ച സംഭവം ലേഖനത്തിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്. മോശയുടെ ആരോഹണം
മോശയുടെ ആരോഹണം എന്ന അപ്പോക്രിഫൽ ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിരിക്കുന്നതായ കൊട്ടേഷൻ അവിടെ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശയുടെ ജഡം അവകാശപ്പെട്ടു വന്നതായ സാത്താനും പ്രധാന മാലാഖയുമായിട്ടുണ്ടായതായ ആ സംവാദം, അത് ഒരു യഹൂദ കഥയാണ്. അതിൽ മീഖായേൽ പിശാചിനോട് തർക്കിക്കുമ്പോൾ ഒരു ദൂഷണവിധി അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ദൂഷണവിധി ഉച്ചരിക്കാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറയുന്നു. ദ ലോർഡ് റിബൂക്ക് യു. പിശാചിന്മേലുള്ള അന്തിമ വിധി മീഖായേൽ പോലും വിധിക്കുന്നില്ല, അത് കർത്താവിൽ അർപ്പിക്കുന്നതായിട്ട് നമുക്കാണ്. ഇന്ന് മനുഷ്യരെ നമ്മൾ ഒന്നും നോക്കാതെ വിധിച്ച് പുറന്തള്ളുമ്പോൾ ഇവിടെ പിശാചിനോട് ഏറ്റുമുട്ടിയ മീഖായേൽ പോലും പറയുന്നത് പിശാചിനൊരു അന്തിമ വിധി കൊടുക്കുന്നില്ല, അത് കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് പറയുക. അതുകൊണ്ട് ഫോൾസ് ടീച്ചേഴ്സ്, ആ ഫോൾസ് ടീച്ചേഴ്സ്, നുഴഞ്ഞു കയറ്റക്കാര് എല്ലാറ്റിനെയും വിധിക്കുന്നവരായിട്ട് തീർന്നിരിക്കുന്നു. ഇവരോ 10-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. 10-ാം വാക്യത്തിൽ പറയുന്നു, ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, എല്ലാം കയറി വിധിക്കുന്നതായ ഒരു ലോകത്തിൽ ഈ വേദഭാഗം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. ആർക്കേഞ്ചൽ മീഖായേൽ പോലും പിശാചിനെ ദുഷിക്കുന്നില്ല, ഒരു ദൂഷണവിധി ഉച്ചരിക്കുവാനായിട്ട് തുനിയുന്നില്ല. അതുകൊണ്ട് ബട്ട് ദീസ് പീപ്പിൾ സ്ലാൻഡർ വാട്ട് എവർ ദേ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ദേ ലുക്ക് ലൈക്ക് ഇറാഷണൽ ആനിമൽസ്. ഇവരോ തങ്ങൾ അറിയാത്തതിനെ ദുഷിക്കുന്നു, അവർ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണ്, സ്വാഭാവികമായ ചിലതെല്ലാം ഗ്രഹിച്ച് തങ്ങളെ തന്നെ അവർ വഷളാക്കുന്നു. അവർക്കയ്യോ കഷ്ടം. കയീനും ബിലയാമിനും കോരഹിനും ഉണ്ടായ നാശം ഒരു മുന്നറിയിപ്പായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ലേഖനത്തിൽ പറയുകയാണ്, ആദ്യ കൊലപാതകിയായ കയീൻ പോലെ, കൂലി കൊതിച്ച് ഇസ്രായേലിനെ ശപിക്കാൻ പുറപ്പെട്ടതായ ബിലയാമിനെ പോലെ, മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് മത്സരിച്ചതായ കോരഹിനെ പോലെ അവർ കയീന്റെ വഴിയിൽ നടക്കുകയും ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുമ്പോൾ അവരുടെ അവസ്ഥ കണ്ടിട്ട്, അല്ലയോ പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായി മുൻപോട്ട് ജീവിക്കും. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സംഭവിക്കുന്ന ലോകത്തിൽ ആദിമ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ധാരാളം ആളുകളുണ്ട്, വീണ്ടും മടങ്ങിപ്പോയ ആളുകളുണ്ട്. കർമാപ്പസി വീണ്ടും പഴയ താവളത്തിലേക്ക് പോയതായ ആളുകൾ, മിഷൻ ഫീൽഡുകളിൽ നിന്നും മറ്റ് വിശ്വാസ പാതയിൽ നിന്നും അവർ വ്യതിചലിച്ച് പഴയതിലേക്ക് മടങ്ങിപ്പോയ ധാരാളം ആളുകളെ കാണാനായിട്ട്. ബാഗ്ദാദിൽ ഒരു കാലഘട്ടത്തിൽ 2013 ബാഗ്ദാദിൽ 16 ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ഇന്ന് 2.5 ലക്ഷം ക്രിസ്ത്യാനികളായി കുറഞ്ഞിരിക്കുന്നു. പീഡനങ്ങൾ, യുദ്ധങ്ങൾ, പ്രതികൂലങ്ങൾ, വിശ്വാസത്തിൽ നിന്നും ഒളിച്ചോട്ടം സംഭവിച്ചതായ ആളുകൾ ധാരാളം ഈ കാലഘട്ടത്തിലുണ്ട്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്തുതിയുവാക്കപ്പെട്ട വിശ്വാസം ലഭിച്ച് യേശു ക്രിസ്തുവിലൂടെ ദൈവം നിറവേറ്റിയ രക്ഷന്റെ പദ്ധതിക്ക് യേശു പറഞ്ഞ വിശ്വാസ സമൂഹം വിശ്വാസ സ്ഥിരതരായിട്ട് ലോകത്ത് നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകണമെങ്കിൽ ചില പടികൾ കടക്കണം. ആ പടികൾ ഒന്നൊന്നായി 20-21 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമതായിട്ട്, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ നിങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്നാണ് ഈ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞത്. അത് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ ലേഖനത്തിൽ എഴുതി അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒന്നാമതായിട്ട് അവിടെ പറയുകയാണ്, നിങ്ങൾ ദിനംതോറും ആത്മീക വർധനവ് വരുത്തണം. നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നത് ദൈവത്തിന്റെയും ദൈവവചനത്തിന്റെയും പ്രവർത്തനത്താലാണ്. ആത്മീക വർധനവ് നടത്തുന്നത് ദൈവിക പ്രവർത്തനവും ദൈവവചനത്തിന്റെ പ്രവർത്തനവും. ദൈവം പൂർണ്ണമായിട്ട് ഇടപെടുന്നു ദൈവവചനത്തിലൂടെ. അത് കാലാകാലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഇന്ന് എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നു ഓൺലൈനിലൂടെ. ക്രമമായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് ഈ വചനം കേട്ട് അതിൽ ബലപ്പെടുവാനായിട്ട് ദൈവം ശക്തി തരുന്നു. അതുകൊണ്ട് പരിശുദ്ധ ദൈവത്താലും പരിശുദ്ധ ദൈവവചനത്താലും പണിയപ്പെടുന്ന വിശ്വാസമാണ് ഈ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത്. യേശു കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു. അവൻ എൻ്റെ രക്ഷകനാകുന്നു. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ക്രിസ്തുവിലൂടെ ദൈവം സാധ്യമാക്കി തീർത്തു. അത് ദൈവത്താൽ സാധ്യമായി തീർന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ
വിശുദ്ധമായിട്ട് കരുതി മുൻപോട്ട് ജീവിക്കും. വിശുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം, അതിന്റെ ഗ്രീക്ക് ഭാഷയിലുള്ളതായ അർത്ഥം ഹഗിയോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടതെന്നാണ്. സെറ്റ് അപ്പാർട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. അതുകൊണ്ട് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു, സെറ്റ് അപ്പാർട്ട് ചെയ്തിരിക്കുന്നു ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ആ പർപ്പസ്, അതുകൊണ്ട് ഈ വിശ്വാസം വിശുദ്ധമാകണമെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയും വിശുദ്ധമായെങ്കിൽ മാത്രമേ സാധിക്കൂ. ജീവിതവും പ്രവൃത്തിയും വിശുദ്ധീകരിച്ചുകൊണ്ട് അതിവിശുദ്ധ വിശ്വാസത്തെ പരിരക്ഷിച്ച് മുൻപോട്ട് ജീവിപ്പാൻ സഹായിക്കും. വിശ്വാസം പണിതെടുത്ത് നിലനിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നത് അത് ദൈവവചനത്തിന്റെയും പ്രവൃത്തിയായി നമ്മൾ കണ്ടുകൊണ്ട് ദിനം തോറും ആത്മീക വർധനം, അതിനുതകുന്നതായ കർമ്മ പരിപാടികൾ നമ്മുടെ നിത്യജീവിതത്തിൽ അതിന് പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോകേണ്ട. വചനം കേൾക്കുക, വചനം പഠിക്കുക, അവസരങ്ങൾ ഉപയോഗിക്കുക. അതുകൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ അനുസരിച്ച് കൂടുതൽ കൃപയോടുകൂടി ജീവിക്കും. അതുകൊണ്ട് ദൈവവചനത്തിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവവചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾ ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരും. ആത്മീക വർധനവ് വരുത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ തക്കത്തിന് ഉപയോഗിക്കുവാൻ ദൈവം നമുക്കിടയായി തീരട്ടെ. രണ്ടാമതായിട്ട് പറയുകയാണ്, സ്ഥിരത ജീവിതം നയിപ്പാനായിട്ട്, വിശ്വാസ സ്ഥിരതരായി തീരുവാനായിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ്. ടു പ്രേ ഇൻ ദ പവർ ആൻഡ് സ്ട്രെങ്ത് ഓഫ് ഹോളി സ്പിരിറ്റ്. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും പരിശുദ്ധാത്മാവിന്റെ ബലത്തിലും നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിന്നുള്ള പ്രാർത്ഥനയാണ് ഈ ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞു നിന്നുള്ള പ്രാർത്ഥന. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥത്തെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട്. സെന്റ് ബേസിൽ എന്ന് പറയുന്നതായ സഭാപിതാവ് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഈ ദൈവം സൃഷ്ടിച്ച സുന്ദരമായ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം പിതാവിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കും. എത്രയോ അത്ഭുതകരമായി പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ആ പ്രപഞ്ച സൃഷ്ടാവിനെ ആദ്യം സ്മരിക്കും. പിന്നീട് പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നീട് അനാഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബേസിൽ പിതാവിന്റെ ആ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ വെറുക്കുന്നവരെയും നമ്മൾ വെറുക്കുന്നവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. നാം നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നാം എതിരായി തീരാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒരു ഭൂരിപക്ഷം ഭാഗവും നാം നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നവരാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ഇതിലും കുറഞ്ഞൊരു മാതൃക നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നന്മയുള്ളവരായി രൂപാന്തരപ്പെട്ടുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അതാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. പ്രാർത്ഥന നല്ലതാണ്. ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തി വെക്കുന്നത് നല്ലതാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നിരത്തി വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹീതരായി തീരുന്നതല്ല ആത്മാവിലുള്ള പ്രാർത്ഥന. അത് ദൈവം നിറവേറ്റി തരും. സ്നേഹമില്ല എങ്കിൽ ഈ പ്രാർത്ഥനയുടെ ചിറക് അറ്റുപോകുമെന്നാണ് സുറിയാനി പാരമ്പര്യത്തിലെ പ്രാർത്ഥനാ പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹമില്ലാത്ത പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയുടെ ചിറക് അറ്റുപോകുകയാകുന്നു ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മൾ എത്ര പ്രാവശ്യം ആ പ്രാർത്ഥന പ്രാർത്ഥിക്കും? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ ഞങ്ങളുടെ പിതാവേ, ആ ഞങ്ങൾ എന്നുള്ളതായ അത് കൊട്ടേഷനിൽ ഇട്ടാൽ ആ ഞങ്ങളിൽ ആരൊക്കെ ഉണ്ട്? ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ എന്നുള്ളതിന്റെ ആ വിശാലത കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ആ ഞങ്ങൾ എന്നുള്ളതായ അതിന്റെ തലം എത്ര വരെ ആകുന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആവശ്യമത്രേ. അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ആത്മീക വർധന വരുത്തുക. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. ടു കീപ് യുവർസെൽസ് ഇൻ ഗോഡ്സ് ലവ്, ടു ലീവ് ക്ലോസ് ടു ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ജനതയെ ദൈവം സൃഷ്ടിച്ച, ദൈവം ലോകത്തെ സ്നേഹിച്ചു, സർവരെയും സ്നേഹിച്ചു.
തന്റെ ഏകജാതനിൽ പുത്രനായി വിശ്വസിക്കുന്ന ഏവനും നശിച്ചുവ നിത്യജീവനെ പ്രാപിക്കേണ്ട ദൈവം ലോകത്തെ സ്നേഹിച്ചു, എല്ലാവരെയും സ്നേഹിച്ചു. അതുകൊണ്ട് നീതി പ്രവർത്തിച്ച് ദൈവമക്കളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീരണം. പകയ്ക്കുകയല്ല, പിന്നെയോ ദൈവത്തെ സ്നേഹിക്കുന്നവരായി അപ്രകാരം ആ സ്നേഹത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് കഴിയണം. നാലാമതായിട്ട് ലേഖനകർത്താവ് പറയുകയാണ്, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കണം. നമ്മെ വീണ്ടെടുത്തതായ കർത്താവ് വീണ്ടും വരികയും നമ്മെ ചേർത്ത് കൊള്ളുകയും എന്നുള്ളതായ ആ എസ്കറ്റോളജിക്കൽ ഹോപ്പ്, ആ ശുഭാപ്തി വിശ്വാസവും പ്രത്യാശയുമാണ് ഈ ലോക ജീവിതത്തെ നമുക്ക് ഏറ്റവും അർത്ഥപൂർണമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ആ പ്രത്യാശയിൽ ജീവിക്കുക. ആത്മീക ജീവിതത്തിൽ സ്ഥിരത പ്രാപിക്കണമെങ്കിൽ ഒരു ക്രിസ്തീയ പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ. എന്തിനു വേണ്ടി ജീവിക്കുന്നു? ഈ ലോക ജീവിതത്തിന്റെ പ്രാധാന്യം എന്താണ്? ആദിമസഭയിലെ വിശ്വാസികൾ മുറുകെ പിടിച്ചതായ ആ പ്രത്യാശ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നുണ്ട്. കർത്താവിനെ സ്നേഹിക്കാത്തവനേവരും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു, അവൻ വീണ്ടും വരും, അവൻ പ്രത്യക്ഷനാകും. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് വളരെയധികം അപ്പോസ്തലന്മാര് തങ്ങളുടെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പ്രത്യക്ഷനാകും, നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണും, അവനോട് സാദൃശ്യരായിട്ട് തീരും. വീണ്ടെടുപ്പുകാരനെ മുഖാമുഖമായിട്ട് നമുക്ക് കാണാം. പഴയ കാലത്തൊരു പാട്ടുണ്ട്, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. ഒരു ക്രിസ്തീയ പ്രത്യാശയിലാണ് ജീവിതം സ്ഥിരതയോടെ മുൻപോട്ട് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വിശ്വാസിയുടെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി അവന്റെ വരവിങ്കിൽ പൂർത്തീകരിക്കപ്പെടും. മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗ്ലോറിഫിക്കേഷൻ, കർത്താവിനോട് കൂടി നാം ആയിരിക്കും. എന്നാൽ നമ്മിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. വിശുദ്ധിയിൽ വളർന്ന് പൂർണ്ണതയിലെത്താനായിട്ട് കാത്തിരിക്കണം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിപ്പീൻ. അതുകൊണ്ട് ക്രൂശിലെ യാഗമായി തീർന്ന കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ പ്രക്രിയ നമ്മിൽ പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ പുനരാഗമനത്തിലാണ്. ആ പുനരാഗമനത്തെക്കുറിച്ചുള്ളതായ ദർശനം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കാത്തിരിക്കാൻ നമുക്ക് സാധിക്കും. വിശുദ്ധന്മാരുടെ ഒത്തുചേരൽ സംഭവിക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ആ പ്രത്യാശയിൽ മാത്രമേ ഇന്നിന്റെ യാഥാർത്ഥ്യങ്ങൾ, ഈ വർത്തമാനകാലത്തെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്ഷമയോടെ കാത്തിരിക്കുക. വെയിറ്റ് പേഷ്യന്റ്ലി, ആകാംക്ഷയോടെ കാത്തിരിക്കുക. വെയിറ്റിംഗ് ഈഗർലി, അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുക. വിത്ത് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് വി ഹാവ് ടു വർക്ക് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, കർമ്മോജ്വലരായിട്ട് ജീവിക്കുക, വിശ്വാസ സ്ഥിരതയുള്ളവരായി ഈ ലോകത്ത് ജീവിപ്പാൻ ലേഖനകർത്താവ് യൂദ ആഹ്വാനം നൽകുകയാണ്. 24-ാമത്തെ വാക്യത്തിൽ അവസാനിപ്പിക്കുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെ. വീഴാതെ വിധം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനിൽ നമുക്ക് ആശ്രയിക്കാം. വിശ്വാസ ജീവിതത്തിൽ സ്ഥിരതയുള്ളവരായി ഏകദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാനായിട്ട് നമുക്കിടയായിത്തീരും. We must be careful not to drift away from a faithful commitment to Christ. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി മുൻപോട്ട് ജീവിപ്പാൻ നമുക്കിടയായിത്തരണം. വചന കേൾവിയും കൂടിവരവും കൂട്ടായ്മകളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശക്തി പകരുന്ന അനുഭവമായിട്ട് തീരണം. അപ്രകാരം സ്ഥിരതയോടെ ജീവിപ്പാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കേൾപ്പിച്ച മനോഹരമായുള്ള മാധുര്യമേറിയ വചനം, ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ മറുവിലയായിട്ട് തീരുവാൻ തൊക്കണം വലിയവനായുള്ള ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു, നമുക്ക് നീതീകരണം തന്നു. ഇനി നമുക്ക് വേണ്ടത് ഗ്ലോറിഫിക്കേഷനാണ്. പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി തീർക്കുന്ന മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ നമ്മൾ വായിച്ചതായുള്ള വചനഭാഗം, അവിടെ ആ യൂദായുടെ ലേഖനം ആരംഭിക്കുന്നത് പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നു. അപ്പം ഇത് നമുക്ക് എഴുതിയിരിക്കുന്നതാണ്. നമ്മളെ പിതാവ് സ്നേഹിച്ചു, പിതാവ് നമ്മളെ വിളിച്ചു എന്നുള്ള ഉത്തമ വിശ്വാസമുള്ള ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇപ്പോൾ നമ്മുടെ പ്രിയ VC മാത്യു സാറ് നമ്മളെ കേൾപ്പിച്ച ദൈവവചനത്തെ ഓർത്ത് അതിൻ്റെ 2 ശീല പാട്ട് പാടും.
അതിനുശേഷം നമ്മുടെ ബഹുമാനമുള്ള റവറൻ ഡോക്ടർ KV സൈമൺ അച്ഛൻ പ്രാർത്ഥിക്കണം. അതിനുശേഷം നമ്മുടെ സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് റവറൻ തോമസ് ജോർജ് അച്ഛൻ, എൻ്റെ ഒരു ക്ലാസ്മേറ്റ് കൂടെയാണ്, അദ്ദേഹം ഈ കൂട്ടായ്മയിലുണ്ട്. തോമസ് ജോർജ് അച്ഛൻ മാരാമണ്ണുള്ളതായിട്ടുള്ള തോമസ് ജോർജ് അച്ഛനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ തുടർന്നുള്ള ശുശ്രൂഷകൾ ഓരോരുത്തരായിട്ട് അതിൻ്റെ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ VC മാത്യു സാറ് കേൾപ്പിച്ച ദൈവവചനത്തിൻ്റെ ഒരു സമർപ്പണ പാട്ട് 1-2 ശീല പാടാം. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ പുലരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്പവുമില്ലെനിക്ക്. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായ അരികിലുണ്ട്. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായ അരികിലുണ്ട്. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. സൈമണച്ചൻ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ക്രിസ്തുയേശുവിലൂടെ അളവില്ലാതെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ വചനം ശ്രവിക്കുവാൻ, അവിടുത്തെ വചനത്തിലെ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ ഇടയായതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ യൂദയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ദൈവികമായ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസ സ്ഥിരതയിൽ നിലനിൽക്കുവാൻ അവിടുത്തെ ദാസനിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം. രക്ഷയുടെ അനുഭവം പ്രാപിച്ചവർ നാൾതോറും വിശുദ്ധീകരിക്കപ്പെടുന്നതിനും അതുപോലെ ദൈവമഹത്വത്തിനായി കാത്തിരിക്കുന്നതിനും ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന ലോകത്തിൽ പലവിധത്തിലുള്ളതായ വ്യാജ പ്രവാചകന്മാരും വ്യാജ ഉപദേശങ്ങളും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് ലോകത്തിൽ വളരെയധികം ഉണ്ട്. നുഴഞ്ഞുകയറ്റക്കാര് ഇറങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഞങ്ങളെല്ലാവരും വിശുദ്ധ വിശ്വാസത്തിനായി നിലനിൽക്കുവാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, നിത്യജീവനായ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുവാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീഴാതെ നിൽക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ സന്നിധിയിലാണല്ലോ ഞങ്ങളെല്ലാം ഇപ്പോഴും ആയിരിക്കുന്നത്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവനെ സമർപ്പിക്കുവാൻ, ആ മഹത്വ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ഇവിടെ നിന്ന് ഒരുക്കണമെന്ന് ഞങ്ങളിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് വചനം പ്രഘോഷിച്ച അവിടുത്തെ വിലയേറിയ ഭൃത്യനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതിനായിട്ട് സ്തോത്രം. സങ്കീർത്തനം ധ്യാനിച്ച ബഹുമാനപ്പെട്ട അച്ഛനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സകല ജനതകളെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരും നീതിയുള്ളവരുമായി ജീവിപ്പാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്തതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഗാനങ്ങൾ ആലപിച്ചവർക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ രോഗികളായിട്ട് ഭാരപ്പെടുന്ന പല ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോട്ടയത്ത് റിട്ടയർ ചെയ്ത മാത്യു സക്കറിയാച്ചൻ 28-ാം തീയതി ഒരു സർജറിക്കായിട്ട് ഒരുങ്ങുന്നു. ഒരു ന്യൂറോ സർജറിയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അച്ഛനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഇടവകയിലുള്ള സജീവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന് പരിപൂർണമായ വിടുതലും
സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സജീവന്റെ മകൾ ഫെനിയായുടെ വിവാഹം ഈ മാസം 30-ാം തീയതി നടക്കുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പല ആളുകൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട്. കിഡ്നി സംബന്ധമായ അസുഖം, ഹാർട്ട് സംബന്ധമായ അസുഖം, മറ്റ് ക്യാൻസർ ബാധിച്ചതായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ പലവിധ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക ആളുകൾ ഞങ്ങളുടെ ചുറ്റുപാടിലുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അങ്ങനെയുള്ളവർക്ക് വിടുതലും സൗഖ്യവും ആരോഗ്യവും നൽകി സഹായിക്കണം. പ്രത്യാശയോടുകൂടെ ആ പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായി ജീവിപ്പാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.